കുറച്ച് നാളായിട്ട് മനസ്സിലൊരാഗ്രഹം തോന്നിയതാണ്. സാമ്പ്രാണിക്കൊടി ഒന്ന് കാണണമെന്ന്. എല്ലാ തവണയും ലീവിന് വരുമ്പം ആഗ്രഹിക്കുമെങ്കിലും നടന്നിട്ടില്ല. പക്ഷേ ഇത്തവണ രണ്ടായാലും തീരുമാനിച്ച്. കണ്ടിട്ട് തന്നെ ബാക്കി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. നേരെ കാറെടുത്തു. ഒറ്റ പിടിയിൽ സാമ്പ്രാണിക്കൊടിക്ക്. ദാ ഈ കാറ് നേരെ ചെന്നിറങ്ങുന്നത് സാമ്പ്രാണിക്കൊടിയിലേക്കാണ്. സാമ്പ്രാണിക്കൊടിയിലേക്കെന്ന് പറയുമ്പോൾ സാമ്പ്രാണിക്കൊടിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടാണിത്. അതിവിശാലമൊന്നുമല്ല. ഒരു ചെറിയ പാർക്കിംഗ് ഗ്രൗണ്ടാണ്. അപ്പം നമ്മൾ രാവിലെ വരികയാണ് എങ്കിൽ ഏകദേശം ഒരു 9 മണി 10 മണി ആ സമയത്തോടുകൂടിയൊക്കെ വരികയാണ് എങ്കിൽ നമുക്ക് പാർക്കിംഗ് താഴെ കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മുകളിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഏതായാലും 30 രൂപയാണ് പാർക്കിംഗ് ഫീസ്. നമ്മുടെ കാറുകൾക്കൊക്കെ 30 രൂപയാണ് പാർക്കിംഗ് ഫീസ്. നമുക്കിവിടെ സ്വസ്ഥമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നും ഇനി സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകുന്നതിന് ആളൊന്നിക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 150 രൂപ ടിക്കറ്റ് ചാർജ് കുറച്ച് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ 150 രൂപയുടെ ടിക്കറ്റും എടുത്ത് നമ്മളിതാ ഇവിടെ ചെറു ചെറു ബോട്ടുകളുണ്ട്. അതിലേക്ക് നമുക്ക് കയറാം. അതിൽ കയറുമ്പോൾ ഒരു ബോട്ടിലേക്ക് പരമാവധി ആളുകളുടെ എണ്ണം 8ആണ്. 8 പേര് കൂടുതൽ അവർ അനുവദിക്കത്തില്ല. അപ്പം നമ്മൾ 8 പേരുടെ ടിക്കറ്റ് നമ്മൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എത്ര ഉണ്ടോ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നും അവർ ബാക്കി ആൾക്കാരെ സെലക്ട് ചെയ്ത് 8 പേരായി കഴിയുമ്പോൾ നമുക്ക് ഈ ഓരോ വള്ളങ്ങൾ പോകും. ഇത് പോയാൽ അവർ നമ്മളോട് പറയും 1 മണിക്കൂർ സമയമാണ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളത് എന്നവർ പറയുമെങ്കിലും നമ്മൾ 1 മണിക്കൂറൊന്നുമല്ല അവിടെ പോകുന്നവരാരും 1 മണിക്കൂറൊന്നുമല്ല, അതിൽ കൂടുതലെടുക്കും. പക്ഷേ ടിക്കറ്റ് പാസ് നമുക്ക് തരുമ്പോൾ നമ്മളോട് പറയും 1 മണിക്കൂർ എന്നുള്ളത് പറയും. പിന്നെ 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരുന്നവർക്ക് തിരിച്ചു വരാം, അല്ലാത്തുള്ളവർ അവിടെ നിൽക്കും. ഈ പോകുന്ന വള്ളങ്ങൾ അതുപോലെ തന്നെ തിരികെ വരുന്ന സമയത്ത് നമുക്ക് ആ വള്ളങ്ങൾ കയറിയിട്ട് തിരികെ വരാം. പിന്നെ ഇവിടെ എനിക്ക് ഒരു കാര്യം വളരെ സന്തോഷം തോന്നി. സന്തോഷം എന്ന് പറയാനുള്ള ഒരു കാരണം ഇവിടെ സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഈ വള്ളത്തിലേക്ക് എപ്പോൾ കയറുന്നോ അപ്പോൾ തന്നെ അവർ പറയും നമ്മൾ ഫുൾ ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെ എല്ലാ ആളുകളും ജാക്കറ്റൊക്കെ ഇട്ടു എന്ന് ബോധ്യമായതിന് ശേഷം മാത്രമേ ഇവിടെ നിന്നും ബോട്ട് എടുക്കത്തുള്ളൂ. അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ചുമ്മാ പ്രഹസനം മാത്രമല്ല, സേഫ്റ്റിക്ക് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രഹസനം മാത്രമല്ല ഇവിടെ, അതൊരു നല്ല ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നും എൻജോയ് ചെയ്ത് ഈ യാത്ര ഇങ്ങനെ പോവുകയാണ്. ശരിക്കും നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത സ്ഥലത്തു നിന്ന് സാമ്പ്രാണിക്കൊടിയിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാവുന്നത്ര ദൂരമേ ഉള്ളൂ. എങ്കിലും ഒരു 5 മിനിറ്റ് കൂടുതൽ നമുക്ക് ഈ ചെറുവള്ളത്തിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഭാഗമൊക്കെ വളരെയധികം ആഴമുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് ഈ ആഴമുള്ള സ്ഥലത്തിനകത്തൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഗുണമാണ്. അപ്പോൾ ഈ വരുന്ന ഭാഗങ്ങളൊക്കെ ഈ കാണുന്നതൊക്കെ എന്ന് പറയുന്നത് ഈ ടൂറിസ്റ്റ് കമ്പനികളുടെ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹൗസ് ബോട്ടുകളാണ്. അതൊക്കെ ഒരുപാടുണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് വരുമ്പോൾ നമുക്ക് സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള നമ്മളുടെ ലാൻഡിങ് പോയിൻ്റാണ്. ശരിക്കും ഈ യാത്രയിൽ എൻ്റെ രണ്ടാമത്തെ നെഗറ്റീവ് തോന്നിയ ഒരു സംഭവമാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ആഴമുള്ളൊരു ഭാഗത്തു നിന്നും ഇങ്ങേക്ക് വന്നിറങ്ങുമ്പോൾ നമുക്ക് ലാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബോട്ട് വന്ന് അടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ, വെള്ളത്തിലേക്ക് ഇറങ്ങാനൊരു സൗകര്യം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം അത് ഒന്നുമില്ല, കാണുമ്പോൾ തന്നെ നമുക്കൊരു ഉള്ളിലൊരു ഭയം തോന്നുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വന്ന് ഇറങ്ങാൻ സ്വല്പം ഭയം തോന്നുന്നൊരു സംഭവമാണ് ഇത്. കാരണം ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വെള്ളത്തിൻ്റെ അത്രയും നീളത്തിന് മാത്രമുള്ള ഒരു സംഭവം. അത് ഇച്ചിരി കൂടി സെറ്റപ്പായിട്ട് ചെയ്തിരുന്നെങ്കിൽ ആളുകൾക്ക് പേടി കൂടാതെ വെള്ളത്തിലേക്ക് ഇറങ്ങാമായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നിയ രണ്ടാമത്തെ ഒരു നെഗറ്റീവായിരുന്നു ഇത്. ഞങ്ങൾ വരുമ്പോൾ ഏറെക്കുറെ എല്ലാ ആളുകളും ഫാമിലിയായിട്ട് വന്ന ആളുകളായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫാമിലിയായിട്ട് സുരക്ഷിതമായി വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് സാമ്പ്രാണിക്കൊടി. അതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ ഒരു അനുഭവത്തിലും അത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കാരണം എവിടെയൊക്കെ നോക്കിയാലും ഫാമിലി ആയിരുന്നു. ഫാമിലിയായിട്ട് വന്ന ആളുകളാണ് കൂടുതലും. ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് എന്ന് പറയുന്നത് കായലിൻ്റെ നടുവിലൂടെ നമ്മൾക്ക് നടക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ ഒന്ന് ഇതിൻ്റെ നടുവിലും മറ്റു നിൽക്കുന്ന മരങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ഈ സമയങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒന്നുകിൽ നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് മുൻപേ വന്നവർ പോകാൻ മടിയായിട്ട് നിൽക്കുന്നത് കൊണ്ടോ എന്തോ ആ സമയത്ത് നമുക്ക് ഫോട്ടോസോ മറ്റു കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. മരക്കൊമ്പിലിരുന്നവരാരോ താഴേക്ക് ഇറങ്ങിയ തക്കം നോക്കി ലക്ഷ്മി ചാടി മരത്തിൽ കയറി.
അത് കഴിഞ്ഞിട്ട് സാമ്പ്രാണിക്കൊടി എന്ന ബോർഡിന് മുമ്പിൽ നിന്ന് 2 ഫോട്ടോ എടുക്കാമെന്ന് കരുതിയപ്പോൾ അവിടെ ആകെ ഒരു ഫാമിലിയെ കൊണ്ട് നിറയുകയും ചെയ്തു. സാമ്പ്രാണിക്കൊടി വരുന്ന ആളുകളെ മൊത്തം കായലിന് നടുവിലൂടെ ചുറ്റിക്കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന വള്ളങ്ങളാണിത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിറകെ പറയാം. അതിനു മുമ്പ് നിങ്ങളെ മറ്റൊരു സുപ്രധാനമായ കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു പ്രകൃതിദത്തമായ അല്ലെങ്കിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എങ്ങനെ മനുഷ്യരാൽ നശിപ്പിക്കപ്പെടാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങളീ കാണുന്നത്. ഈ കാണുന്നത് വെറും മാലിന്യമല്ല, പ്ലാസ്റ്റിക് ബോട്ടിലുകളും മദ്യക്കുപ്പികളും ആളുകൾ ഉപയോഗിച്ച് ഒഴിവാക്കിയ മാസ്കുകളും കുട്ടികളുടെ സ്നഗ്ഗികൾ വരെയും ഈ വെള്ളത്തിലുണ്ട്. വേണ്ടപ്പെട്ട അധികാരികൾ കണ്ടിട്ട് കണ്ണടയ്ക്കുന്നതാണോ അതോ അവരുടെ ശ്രദ്ധയിലേക്ക് ഇത് എത്തിപ്പെടാത്തതാണോ എന്നറിയില്ല. എന്തായിരുന്നാലും ഭൂമിക്കൊരു ചരമഗീതം എന്ന് നമ്മൾ കേട്ടുപഠിച്ചതുപോലെ സാമ്പ്രാണിക്കൊരു ചരമഗീതം എന്ന് നമ്മൾ ഉടനെ തന്നെ പഠിക്കേണ്ടി വരും, ഇനിയും അധികാരികൾ കണ്ണു തുറന്ന് ഈ കാഴ്ചകൾ കണ്ടില്ല എങ്കിൽ. കാരണം ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ മാലിന്യങ്ങളല്ല. ഇത്രയും ഒരു നല്ല സ്ഥലത്ത്, അല്ലെങ്കിൽ ഇത്രയധികം ഫാമിലികൾ വരുന്ന ഒരു സ്ഥലത്ത്, ഇത്രയധികം ആളുകൾ വരുന്ന സ്ഥലത്ത് മദ്യത്തിൻ്റെ കുപ്പികൾ വരെ എങ്ങനെ വന്നു എന്നുള്ളതിനെപ്പറ്റി ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം അത് ഇതുപോലെയുള്ള ഒരു സ്ഥലത്തിന് ഒരിക്കലും യോജിച്ച ഒരു സംഭവമല്ല. അതിനെ ഒരിക്കലും ന്യായീകരിക്കാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അധികാരികൾ, ഇത് എൻ്റെ വീഡിയോ എത്രത്തോളം റീച്ചാകും അല്ലെങ്കിൽ എത്ര പേരിലേക്ക് ഇത് എത്തിപ്പെടും എന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു വീഡിയോ ചെയ്യുന്ന ഒരാളുമല്ല. ഒരിക്കലും ഇങ്ങനെ പോയത് കൊണ്ട് അല്ലെങ്കിൽ സാമ്പ്രാണിക്കൊടിയിൽ എത്തിപ്പെട്ടത് കൊണ്ട് മാത്രം ഇതൊരു വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് കണ്ണു തുറന്ന് കണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മുൻപേ പറഞ്ഞ വള്ളത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. സാമ്പ്രാണിക്കൊടിയിൽ വരുന്ന ആളുകൾക്ക് ഈ കായലിൻ്റെ നടുവിലൂടെ ഒരു യാത്ര, അതാണ് ഈ വള്ളങ്ങൾ. ഒരാൾക്ക് 50 രൂപ എന്ന നിരക്കിലാണ് ഇവർ ചാർജ് ഈടാക്കുന്നത്. നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് 150 രൂപ ടിക്കറ്റ് എടുത്ത് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150 രൂപ കുറച്ച് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന്. അതിൻ്റെ കാരണം ഇതാണ്. കാരണം 5 മിനിറ്റ് ദൂരം മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്നും ഒരാൾക്ക് 150 രൂപ എന്ന നിരക്കിൽ ചാർജ് ഈടാക്കുമ്പോൾ ഈ വള്ളത്തിൽ ഏകദേശം അരമണിക്കൂറിന് മുകളിൽ വരുന്ന യാത്രയ്ക്ക് നമ്മൾ ഒരാളിൽ നിന്നും ഈടാക്കുന്നത് വെറും 50 രൂപയാണ്. അതും 9 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് സൗജന്യമാണ് എന്നവർ പറയുന്നുമുണ്ട്. ഈ വള്ളവും വള്ളത്തിലെ യാത്രയും ടൂറിസം വകുപ്പിൻ്റേതല്ല കേട്ടോ. ഇത് ഇവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗമായി കണ്ട് ഈ ദ്വീപിലുള്ള ആളുകൾ തന്നെ ചെയ്യുന്ന സർവീസാണിത്. സാമ്പ്രാണിക്കൊടിയിൽ ആരെങ്കിലും വരികയാണ് എങ്കിൽ അവർ തീർച്ചയായും ഈ വള്ളത്തിലെ യാത്ര കൂടി സെലക്ട് ചെയ്യണം. ഒരാൾക്ക് 50 രൂപ വെച്ച് ടിക്കറ്റിന് ചാർജ് നൽകിയാൽ പോലും അത് വളരെ മനോഹരമായൊരു അനുഭവം, നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു യാത്രാ അനുഭവം നമുക്ക് സമ്മാനിക്കുവാൻ സാധിക്കും ഈ യാത്രയ്ക്ക്. ഈ വള്ളത്തിലെ യാത്രയിലുടനീളം എന്നെ ചിന്തിപ്പിച്ചത് മറ്റൊരു വിഷയത്തെ പറ്റിയായിരുന്നു. ഈ ദ്വീപുകളിൽ താമസിക്കുന്ന ആളുകളുടെ യാത്രാ സൗകര്യം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇവിടെയുള്ളവർ യാത്രാ സൗകര്യത്തിന് ഉപയോഗിക്കുന്ന ചെറു വള്ളങ്ങളാണ്. കാരണം അക്കരയ്ക്ക് നിന്നും ഇക്കരയിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് റോഡ് മാർഗങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കായൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് ചുറ്റിനും കണ്ടലുകളുടെ ഒരു ചെറിയ ചെറിയ കണ്ടൽ കാടുകളായിട്ട് ഇങ്ങനെ ഉണ്ട്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ കണ്ടലുകളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള കരഭാഗത്ത് കുറച്ച് വീടുകളും കുറച്ച് ആളുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ താമസം ഉണ്ടാവും. ഇതുപോലെ ചെറിയ ചെറിയ വീടുകളായിട്ട് ഇങ്ങനെ താമസക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല ഇത്. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഈ കുട്ടികളുടെ സ്നഗ്ഗി പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വലിച്ചെറിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏതോ ദേശത്തു നിന്നും ഇവിടെ വരുന്നവരാ. പക്ഷേ ഇവിടെയുള്ള ആളുകളൊക്കെ ഇവിടെ താമസിക്കുന്നവരാണ്, ഇവിടെ സ്ഥിരതാമസക്കാരാണ്. അവർക്കിതല്ലാതെ വേറെ എവിടേക്കും താമസിക്കാനോ അല്ലെങ്കിൽ പോകാനോ വരാനോ വേറെ സ്ഥലം ഉണ്ടായെന്ന് വരത്തില്ല. അപ്പം നമ്മളൊരു നാടിനെ നമ്മൾ നശിപ്പിക്കുകയാണ്. കാഴ്ചക്കാരായിട്ട് വരുന്ന നമ്മൾ വന്ന് ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ ചിലവഴിച്ചിട്ട് പോകാൻ വരുന്ന നമ്മൾ ഒരു നാടിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണിത്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണം. ഈ പാലമാണ്
നടുക്കൂടെ കല്ല് ഇത് വെച്ചേക്കുന്നോ? കാണുന്ന പാലം കണ്ടോ? ഈ പാലമാണോ? അത് തുരുത്തിലേക്കുള്ള പണി ഇറങ്ങിട്ടില്ലെന്നുള്ളൂ. ഞാൻ ഈ പാലത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ അവിടെ കണ്ട ഈ വള്ളം ഓടിക്കുന്ന ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. വളരെ ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു സഹകരണമായിരുന്നു അദ്ദേഹം ഞങ്ങളോട് കാണിച്ചത്. കാരണം ഈ നാടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ചില ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് അറിയാവുന്ന അത്രയും കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് എന്താണെന്നുള്ളത് ഒരു ക്ലിയർ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ കൊഞ്ച് വളർത്തൽ പോലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കണം. എന്തായാലും കണ്ടൊന്ന് ആസ്വദിക്കാനും കായലിനകത്ത് കൂടെ അങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇതിനകത്തുണ്ട്. നമുക്ക് ഈ പറയുന്ന കണക്ക് ഈ ഒരു ചെറിയൊരു എമൗണ്ട് ആളെന്നെ ഇങ്ങനെ നമ്മൾ പൈസ കൊടുത്താൽ ആ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു ഗുണം നമുക്കുണ്ട്. ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ ജെട്ടിയിൽ നിന്നും വന്നപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തതിനേക്കാളൊക്കെ എത്രയോ ലാഭമാണ് ഈ ഒരു യാത്രയും അതിനേക്കാളൊക്കെ ഒരുപാട് ആസ്വദിക്കാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ കായലിൻ്റെ നടുവിലൂടെയുള്ള യാത്രയും കാഴ്ചകളും ഒക്കെ കണ്ട് അങ്ങനെ പല ജീവിതങ്ങളും കണ്ട് ജീവിത രീതികളും ഒക്കെ കണ്ട് നമ്മൾ തിരികെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് തിരികെ എത്തും. അതായത് നമ്മൾ ആദ്യം നമ്മൾ ആ ജെട്ടിയിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറി വന്ന് ഇറങ്ങിയ അതേ സ്പോട്ടിലേക്ക് തന്നെ നമ്മൾ തിരികെ വന്നിറങ്ങും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി ഈ കായലിന് ചുറ്റും കറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് തിരികെ നമ്മളെ വീണ്ടും അവിടെ തന്നെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു യാത്ര കൊണ്ടുള്ള ഉദ്ദേശം. അപ്പം നമ്മൾ തിരികെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ വെള്ളവും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മൾ അതിനുള്ള പൈസ കൊടുക്കണം, നമ്മൾ വാങ്ങാം, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാം. ആ ദ്വീപിലാണ് എൻ്റെ വീട്. ഇനി 3 മക്കളാണ്. മൂത്തവൻ സീരിയലിലൊക്കെ ഉള്ള അന്ന കരീന കന്യാദാനം ആ സീരിയലിൽ 2 സീരിയലിൽ ഇപ്പം അയാൾക്ക് പഠിത്തം മോശമായ കാരണം നമ്മൾ വിടുന്നില്ല. ഇപ്പം 10ാം ക്ലാസ്സിൽ ജയിച്ച് പ്ലസ് ഇദ്ദേഹമായിരുന്നു ഞങ്ങൾക്ക് കായലിൻ്റെ നടുവിലുള്ള യാത്രയ്ക്ക് വേണ്ടുന്ന വള്ളം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ തന്നെ വള്ളമാണോ എന്ന് അറിയില്ല. കാരണം ഞങ്ങൾ ആദ്യം ഈ തുരുത്തിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ ഇദ്ദേഹമായിരുന്നു ഞങ്ങളോട് ഒന്ന് സംസാരിച്ചതും കായലിൻ്റെ നടുവിലൂടെയുള്ള യാത്രകളുണ്ട് അതിന് വേണ്ടുന്ന വള്ളം തരാമെന്ന് പറഞ്ഞതൊക്കെ ഇദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു സീരിയൽ നടനാണെന്നൊക്കെയാണ്, സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. നമ്മൾ സീരിയൽ കാണാത്ത ഒരാളാണ്, അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഈ ആളുകൾ നമ്മൾ ഒരുപാട് റീലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ഷോർട്ട് വീഡിയോകളിലും റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കായലിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ നെല്ലിക്കയും മാങ്ങയും ഒക്കെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന വീഡിയോകളൊക്കെ. അപ്പോൾ നമ്മൾ നേരെ വന്നത് അവരുടെ അടുത്തേക്കാണ്. അപ്പോൾ ഇങ്ങനെ കായലിൻ്റെ നടുവിലാണ് നിൽക്കുന്നതെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ കഴിക്കുന്നതെന്നോ അതുകൊണ്ട് വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമാണോ അങ്ങനെയൊന്നും ഇല്ല. എല്ലാം അവർ പ്രത്യേകം ഓരോ ഡപ്പകൾക്കുള്ളിലും അതുപോലെ കവറിനകത്തും ഒക്കെ വെച്ചിട്ടെല്ലാം വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് പച്ച വീട്ടിൽ ആൾക്കാരെ പോലെ വൃത്തിഹീനമാണെന്ന് ചിന്തിച്ച് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തോന്നാം. പക്ഷേങ്കിൽ പൊതുവിൽ അത് വളരെ വൃത്തിയായ രീതിയിൽ തന്നെയാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നത്. നമുക്ക് ആവശ്യമുള്ള അത്ര എരിവ് അതുപോലെ തന്നെ എന്തായാലും നമ്മൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്തു തരും. നമ്മളോടൊക്കെയുള്ള സഹകരണ മനോഭാവവും വളരെ മികച്ചതാണ് അവരുടേത്. ഒരാൾ അപ്പുറത്തിറങ്ങണോ? ഇതില്ല ആഴത്തിൽ എൻ്റെ കുറ്റി കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറിന് മുകളിൽ സാമ്പ്രാണിക്കൊടിയിൽ ചെലവഴിച്ച ശേഷം ഞങ്ങൾ തിരികെ കരയിലേക്ക് വരികയാണ്.
അപ്പോൾ ഇത്രയും സമയം കൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്ക് ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് സാമ്പ്രാണിക്കൊടി. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് സുഹൃത്തുക്കളായിട്ട് പോയിട്ട് വേണമെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ എങ്കിലും പോകുന്നവരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ പോകുമ്പം നമ്മളെ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ അല്ലെങ്കിൽ എന്ത് മാലിന്യങ്ങളോ ആയിക്കോട്ടെ, അത് നമ്മൾ തിരികെ അവിടെ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മളത് അവിടെ ഉപേക്ഷിക്കാതിരിക്കുക. കാരണം അതിന് ചുറ്റുവട്ടത്തുള്ള ആ ദ്വീപുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ നമ്മളുടെയൊക്കെ സഹോദരി സഹോദരങ്ങളാണ്. നമ്മളെപ്പോലെ ഉള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ നമ്മൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്ത് മാലിന്യം ആയിക്കോട്ടെ അത് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.